ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ സാംസങ്ങിൻ്റെ One UI 8.5 നമുക്ക് ഏപ്രിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഓൾമോസ്റ്റ് ഒരു ദിവസം മുമ്പ് അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് ചെറുതായിട്ട് കുറേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ്സിൻ്റെ കാര്യങ്ങൾ പറയാം, അതുപോലെ തന്നെ അപ്ഡേറ്റ്സിൽ എന്തൊക്കെ ഫീച്ചർ വന്നിട്ടുണ്ടെന്ന് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഫോണിലേക്ക് അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ എൻ്റെ പരിചയം, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക് ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫയർ ആണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ താഴെ ഞാൻ ഫോണിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഒപ്പോൻ്റെ Find X8 വീഡിയോ വരുന്നുണ്ട് കേട്ടോ. സ്റ്റേറ്റ് ട്യൂൺഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അതായിരിക്കും ഇവിടെ റെഡ് തന്നെയാണ് വാങ്ങിച്ചത്. വിവോൻ്റെ അടുത്തിരിക്കുന്നുണ്ടോ. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഫോണിൽ നമുക്കിപ്പോൾ അപ്ഡേറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അപ്ഡേറ്റ് സെക്ഷനിൽ പോയി ആദ്യം തന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കുറിച്ചൊക്കെ പറയാം. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ കയറി കഴിഞ്ഞാൽ One UI 8.5 ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ലേറ്റസ്റ്റ് One UI 8.5 ഇങ്ങനെയാണ് നിങ്ങൾക്ക് എന്താ പറയുക അപ്ഡേറ്റ് പേജ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പോയിട്ട് ലാസ്റ്റ് അപ്ഡേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പോൾ ഏപ്രിൽ അപ്ഡേറ്റ് അതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ 8.5 ZZT5 എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റാണ് ഇതിൻ്റെ പേര് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിൽ നമുക്ക് ഉണ്ടായിരുന്ന ബഗ്സും സംഭവങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതാണ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ എയർ ഡ്രോപ്പ് സപ്പോർട്ട് വന്നിട്ടുണ്ട് ആപ്പിൾ ഡിവൈസുകൾക്ക്. പിന്നെ നമുക്ക് 3 ന്യൂ ക്യാമറ ഫിൽറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്. ക്ലാസിക് ഫിലിം, പോപ്പ് ഫിലിം, ബ്ലാങ്ക് എന്ന് പറഞ്ഞാൽ ക്യാമറ ഫിൽറ്റേഴ്സ് ആഡ് ആയിട്ടുണ്ട്. പിന്നെ ഇംപ്രൂവ്ഡ് ഇഷ്യൂ വേർ ബ്ലൂടൂത്ത് കണക്ഷൻ ഡിസ്കണക്ട് ആയിരിക്കുന്നത്. ഇത് ബീറ്റ വേർഷൻ ആയതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നോട്ടിഫിക്കേഷൻ പാർട്ട് കട്ട് ഓഫ് ആവുന്ന ഒരു ഇഷ്യൂ എൻ്റെ ഒന്നും ഉണ്ടാകുന്നില്ല. ചില ഡിവൈസുകൾക്ക് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, എൻ്റെ ഒന്നും ഉണ്ടാകുന്നില്ല. അതുണ്ടാകുന്ന ഡിവൈസുകളിലൊക്കെ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതായത് S24 അൾട്രാ സീരീസിലൊന്നും ഇല്ല കേട്ടോ. ആ ഒരു ഇഷ്യൂ ഒന്നും ഉണ്ടാകുന്നില്ല. എൻ്റെ ഒറ്റ ഇഷ്യൂ ഇതിലായിട്ട് ഫേസ് ചെയ്തിട്ടില്ല ഞാൻ. പിന്നെ ഇംപ്രൂവ്ഡ് ഇഷ്യൂ വെർ ദ സ്ക്രീൻ ഫ്ലിക്കേഴ്സ് ആൻഡ് കളർ ആർ ഡിസ്റ്റോർട്ടഡ് വെൻ ചേഞ്ചിങ് സൂം ലെവൽ ഡ്യൂറിങ് ഡുവൽ റെക്കോർഡിങ്. അതായത് സൂം ചെയ്തിട്ട് ലെവൽ ചെയ്യുമ്പോൾ സ്ക്രീൻ ഫ്ലിക്കറിങ്ങും കളർ ഡിസ്റ്റോർഷനും വരുന്ന സംഭവം അതൊന്നും ഞാൻ പറഞ്ഞില്ല. എൻ്റെ ഒന്നും ഫേസ് ചെയ്തിട്ടില്ല. അത് വേറെ കാര്യം. പിന്നെ ഇംപ്രൂവ്ഡ് ഇഷ്യൂ വേർ ദ AOD, അതായത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇൻഫർമേഷൻ വാസ് ഡിസ്പ്ലേഡ് ഇൻകറക്ട്ലി, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ടായിരുന്ന ബഗ് ഫിക്സുകളൊക്കെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ ഇംപ്രൂവ്ഡ് ഇഷ്യൂ വേർ ദ ലോക്ക് സ്ക്രീൻ ബ്രീഫ്. അത് മാത്രമല്ല നമുക്ക് ഇതിൽ കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മുടെ എന്താ പറയുക, ഒരു മിനിറ്റ്, നമ്മുടെ ഈ വാട്സപ്പിൻ്റെ പേജ് ഉണ്ടല്ലോ, വാട്സപ്പിൻ്റെ കോൾ പേജൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി ഇൻഫർമേഷൻ പേജുകൾ മാറിയിട്ടുണ്ട്. ബാറ്ററിയുടെ അടുത്ത് കാണിച്ചു തരാം. ബാറ്ററിയുടെ പേജസുകളും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ബാറ്ററി ഈ പെർസെൻറ്റേജ് കാണിക്കില്ലേ, അത് ഇപ്പോൾ ഫിക്സഡ് ആക്കി. അത് നമുക്ക് ഇനി മാറ്റാൻ പറ്റില്ല. പണ്ടത്തേലൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഫിക്സഡ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ചേഞ്ചസുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ പേജ് ആയിക്കോട്ടെ, കോൾ പേജ് ആയിക്കോട്ടെ, അതൊക്കെ കുറേ ചേഞ്ചസ് ചെറുതായിട്ട് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ ഐക്കൺസിനൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ മേജർ അപ്ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ സാംസങ്ങിൻ്റെ സ്റ്റോറ് കയറിയിട്ട് നിങ്ങളുടെ സാംസങ്ങിൻ്റെ ആപ്പുകളൊക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അത് മസ്റ്റാണ്. അല്ലെങ്കിൽ അത് കോമ്പാറ്റബിലിറ്റി ഇഷ്യൂസ് വരാം. എന്താ പറയുക, ചിലപ്പോൾ എന്താ പറയുക ഫോഴ്സ് ക്ലോസ് ആവാനും സംഭവമൊക്കെ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇത് നമ്മളിതിൽ പറയാൻ പോകുന്നത് പ്രാക്ടിക്കലായിട്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോഴുള്ള സംഭവങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് എല്ലാ സംഭവങ്ങളും ഈ സാധാരണ ഇവർ പറഞ്ഞ പോലെ ഞാൻ പറയുന്നില്ല. നമുക്ക് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഫേസ് അല്ലെങ്കിൽ കാണുന്നത്, അതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ബഗ്ഗും സംഭവമൊന്നും ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ കുറേ ബഗ് ഫിക്സ് ഓൾറെഡി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് മുമ്പത്തെ അപ്ഡേറ്റിലും എനിക്ക് വലിയ ബഗ്ഗും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതിൽ ഒറ്റ ബഗ്ഗും ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വന്ന ബഗ് ഫിക്സുകളൊക്കെ നമുക്ക് എന്താ പറയുക അപ്ലിക്കബിൾ ആണെന്ന് ചോദിച്ചാൽ എനിക്ക് അപ്ലിക്കബിൾ അല്ല. അതെനിക്ക് ആക്ച്വലി എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു ചെറിയ പെർസെൻറ്റേജ് ഓഫ് ആൾക്കാർക്ക് വേണമെങ്കിൽ ഈ ബഗ്ഗുകൾ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് വന്നേക്കുന്ന ഒരു ഫിക്സ് ആയിരിക്കും. ചിലപ്പോൾ മോഡൽ അനുസരിച്ചിട്ടായിരിക്കും. അതും മാറ്റമുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ ഏരിയയിൽ ചെറിയൊരു ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഈ ഒരു ആനിമേഷൻ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഭയങ്കര ഒരു ബട്ടർ ഫീൽ പോലെ വന്നിട്ടുണ്ട്. ബട്ടർ ഫീൽ നല്ലൊരു മാഗ്നറ്റിക് ഫീൽ എന്ന് വേണമെങ്കിൽ പറയുന്ന സാധനം കണ്ടോ, ഒരു മാഗ്നറ്റ് പോലെ അതേപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ. ഇതിപ്പോൾ നമുക്ക് ജൂപ്പിറ്ററിൻ്റെ പ്രിയപ്പെടുന്ന ഒരു വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ വലിക്കുമ്പോൾ സാധനം കണ്ടു, ഒരു മാഗ്നറ്റ് പോലെ അത് പോയിട്ട് തിരിച്ച് വരുന്ന പോലെ. അത് പോയി കണ്ടു തിരിച്ചിങ്ങനെ വരുന്ന ആ പരിപാടി, അതൊക്കെ ഒരു മാഗ്നറ്റിക് ഫീൽ പോലെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ സംഭവം കൊള്ളാം എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. ക്യാമറ ഇതിന് അലൈൻമെൻറ്റ് എന്താ പറയുക, ക്യാമറയുടെ സംഭവത്തിനൊന്നും വലിയ ചേഞ്ചസും കാണുന്നില്ല. ഞാൻ വലിയ കാര്യമായിട്ടുള്ള ക്യാമറ ഡൗൺഗ്രേഡ് ഒന്നും കണ്ടില്ല കേട്ടോ. നോർമലി ഇപ്പോൾ സാംസങ് മാത്രമല്ല എല്ലാ ബ്രാൻഡും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ക്യാമറ ഡൗൺഗ്രേഡ് അവരുടെ പഴയ മോഡലാകുമ്പോൾ
പുതിയതുവരെ ചിലവാകണമല്ലോ ഒന്നാമത്. അവരുടെ സാംസങ് S20 അൾട്രൊന്നും വലിയ കാര്യമായിട്ട് ചിലവായിട്ടില്ല എന്നുണ്ട്. ഗ്ലോബലി ചിലവായിട്ടുണ്ട്, പക്ഷേ ഇന്ത്യയിലൊന്നും അങ്ങനെ ചിലവായിട്ടില്ല. അപ്പോൾ അവർ വഴി നോക്കുമല്ലോ. എല്ലാം സാംസങ് മാത്രമല്ല, എല്ലാ ബ്രാൻഡും അവർ ബിസിനസ്സാണല്ലോ നടത്തുന്നത്. അപ്പോൾ മിക്കവാറും പ്രത്യേകിച്ച് അവരുടെ പഴയ സീരീസ് ഫോണുകൾക്ക് അവർക്ക് ഡൗൺഗ്രേഡൊക്കെ സ്ഥിരം പരിപാടിയാണ് പോയി. 2020-ന് ശേഷം 2020 ശേഷമുള്ളൊക്കെ വന്നേക്കുന്ന കുറച്ച് പരിപാടികളാണ് ഈ കമ്പനിക്കാരുടെ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെന്താ പറയുക യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ട കുറച്ച് സംഭവങ്ങൾ. അല്ലാണ്ട് വലിയ മേജറായിട്ടുള്ള എനിക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒറ്റ ബഗ്ഗോ സംഭവങ്ങളൊന്നും നമ്മൾ ഇതിൽ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊരു S24 അൾട്ര യൂസറാണെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം, ധൈര്യമായിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. ഞാൻ ഇതിലോട്ടൊരു ഇഷ്യൂ ഫേസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഗ്രീൻ ലൈൻ ഇഷ്യൂ കൂടെ കാണുന്ന പോലെ തന്നെ മഹാദേവ് ചേസ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ ആളുടെ പേരൊന്നും നമ്മുടെ വീഡിയോയിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏത് നേരം എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഫുൾ ടൈം അല്ലല്ലോ, നമ്മൾ ആക്ച്വലി ഫ്രീ ടൈം നമ്മുടെ മെയിൻ വർക്കിന്ന് ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് മറക്കുക. അപ്പോൾ ഞാനിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെ ഒന്ന് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ഞാൻ മറന്നാണ് വീഡിയോ ഇടയിൽ. ഇപ്പോൾ ഞാൻ എക്സ്ട്രായിൽ ആഡ് ചെയ്താണ്. ഗ്രീൻ ലൈൻ ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ കണ്ടിട്ടില്ല അങ്ങനെ. അപ്പോൾ ആ പാനൽ ഇഷ്യൂ എനിക്ക് തോന്നുന്നത് അതും പാനലിൽ മാറ്റിയിടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരാൻ സാധ്യത ഭയങ്കര കുറവാണ് S24 സീരീസുകൾക്ക് തൊട്ട്. അപ്പോൾ ഓവറോൾ എന്തായാലും എനിക്ക് ആക്ച്വലി One UI 8.5ൻ്റെ ലുക്കും ഫീലും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം നല്ലൊരു ചേഞ്ചസ് തന്നെയാണ് വന്നേക്കുന്നത്. സ്മൂത്ത്നെസ്സും സംഭവത്തിനൊന്നും വലിയ കുറവൊന്നുമില്ല. ഇത് 12 GB വരുന്നതാണ്, അപ്പോൾ അതിനും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഹെവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ One UI നോർമലി ഹെവിയാണ്. പക്ഷേ എന്നാലും എന്താ പറയുക 12 GB വരെ പ്രശ്നമുള്ളവർക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ബേസിക് എന്ന് പറയുന്നത് 12 GB ആണല്ലോ. 8 GB ഒക്കെ പണ്ടത്തേയല്ലോ. ഇപ്പോൾ എന്താ പറയുക നമ്മുടെ പണ്ട് 4 GB ഒക്കെ നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ ഇറങ്ങാറില്ലേ, അതേപോലെയൊക്കെയാണല്ലോ. അപ്പോൾ ഇപ്പോൾ 12 GB ആണല്ലോ ബേസിക് എന്ന് പറയുന്നത്. അപ്പോൾ 12 GB കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ നോർമലി One UI-കാരുടെ കുറച്ച് ഹെവി ആയിരിക്കും, പക്ഷേ അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്താ പറയുക റാം യൂസേജോ സംഭവങ്ങളൊന്നും എഫക്റ്റ് ആയിട്ടില്ല. പഴയ പോലെ തന്നെയാണ് 8.5 ആയാലും വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നിങ്ങളൊരു S24 യൂസർ ആണെങ്കിൽ ഏതായിക്കോട്ടെ S24 പ്ലസ് അൾട്ര അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാൻ മറക്കണ്ട. നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് ലോൺസൊക്കെ അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നോക്കാൻ മറക്കണ്ട കേട്ടോ. റെഫറൽ ലിങ്കാണ് സെറ്റാപ്പിൻ്റെ കിട്ടാനുള്ള ചാൻസ് കൊടുത്തായിരിക്കും. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം. ബൈ.